സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ കള്ളപ്പണ ഇടപാടെന്ന ആരോപണം ആവർത്തിച്ച് ഇ.ഡി. 18 സഹകരണ സംഘങ്ങളിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു. ബാങ്കുകളിൽ ഒരു ഈടിന്മേൽ ഒന്നിലധികം വായ്പ നൽകുന്നുവെന്നും ഇ.ഡി. ആരോപിച്ചു. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, എത്ര ഗുരുതരമായ കണ്ടെത്തലാണ് ഇ.ഡിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്? 18 സഹകരണ സ്ഥാപനങ്ങളിൽ കള്ളപ്പണ ഇടപാടുകൾ എന്ന് ചൂണ്ടിക്കാട്ടുന്നു. അത് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ദിവ്യ, ഈ പത്തനംതിട്ടയിലെ വിവിധ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടും അതിന്റെ ഇ.ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഒരു കേസ് നിലവിലുണ്ട്. അതിൽ ഇ.ഡി നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ്. നേരത്തെ കോടതി ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഇ.ഡിയോട് ആവശ്യപ്പെട്ടിരുന്നു. ആ സത്യവാങ്മൂലം സമർപ്പിച്ചപ്പോഴാണ് വിവിധ കാര്യങ്ങൾ ഹൈക്കോടതിയിൽ ഇ.ഡി വെളിപ്പെടുത്തുന്നത്. നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരുന്ന ആരോപണങ്ങൾ വീണ്ടും അത് സത്യവാങ്മൂലത്തിൽ ഇ.ഡി ഉന്നയിക്കുന്നുണ്ട്. വിവിധ സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ കള്ളപ്പണ ഇടപാട് നടക്കുന്നുവെന്നാണ് ഇ.ഡി പറയുന്നത്. ഒപ്പം തന്നെ നിലവിൽ 18 സഹകരണ സംഘങ്ങളിൽ ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ഇ.ഡിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ കൂടി ഇ.ഡി പറയുന്നുണ്ട്. ഒരു ഈടിന്മേൽ തന്നെ ഒന്നിലധികം വായ്പ നൽകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് വായ്പക്കാരുടെ അറിവോ അനുമതിയോ ഇല്ലാതെയാണ് നിയമവിരുദ്ധമായി ഇത്തരം വായ്പകൾ അനുവദിക്കപ്പെടുന്നത്. വായ്പ അടവ് മുടങ്ങിയവ തിരിച്ചുപിടിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നില്ല. ഒരു ഏതെങ്കിലും തരത്തിലുള്ള സഹകരണ സംഘങ്ങളുടെ പരിധിക്ക് അപ്പുറമാണ് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ വായ്പകൾ അനുവദിച്ചുകൊണ്ടുള്ള ബാങ്കിന്റെ ബോഡികളുടെ തീരുമാനം നടക്കുന്നത്. നിക്ഷേപം തിരിച്ചുപിടിക്കാനുള്ള നിയമാനുസൃത നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോഴുള്ള അന്വേഷണം നടക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള നടപടികൾ നടക്കുന്നുണ്ട്. ചില സ്ഥാപനങ്ങളുടെ പേര് 18ഓളം സ്ഥാപനങ്ങളുടെ പേര്, പ്രത്യേകിച്ച് അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്ക്, തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക്, നടക്കൽ, മാവേലിക്കര, മൂന്നിലവ്, കണ്ടല, മൈലപ്ര, ചെന്തന്നൂർ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ സഹകരണ സ്ഥാപനങ്ങളുടെ പേരുകൾ 18ഓളം സഹകരണ സ്ഥാപനങ്ങളുടെ ലിസ്റ്റുകൾ ഉൾപ്പെടെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ 18 സഹകരണ സംഘങ്ങളിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇ.ഡിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഇ.ഡി കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്.